ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയതും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം പറയുകയാണ്. അതായത് സൈക്കോളജിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ ചെയ്യുന്നത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് അത് അറിയാതെ തന്നെ അവരുടെ മൈൻഡിൽ വരും. വണ്ടിയുടെ സ്റ്റിയറിംഗ് എത്ര തിരിക്കണം, ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ടയർ എങ്ങോട്ടാണ് ഇരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരനെ സംബന്ധിച്ച് നിങ്ങളുടെ മൈൻഡിൽ ഇത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനും അത് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിലേക്ക് വരാനുമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മെത്തേഡ് നിങ്ങളെ ഞാനിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒരു ഡ്രൈവർ വണ്ടി എടുക്കുന്ന ടൈമിൽ അവരുടെ മൈൻഡിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് അവർ മൈൻഡിൽ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഇനി വീണ്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ തന്നെ നോക്കുക, നമ്മുടെ വണ്ടി ഇത് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ സ്റ്റിയറിങ് നേരെയാണ്. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നു. അപ്പോൾ ഒരു ഡ്രൈവർ ചെയ്യുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ കയറുക, നോർമലായിട്ട് ബ്രേക്ക് കാല് വെക്കുന്നു, അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്തു. എന്നിട്ട് വണ്ടി എടുക്കും. വണ്ടി എടുക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് സ്റ്റിയറിംഗ് തിരിക്കും. ഓക്കെ, ചിലപ്പോൾ സ്റ്റിയറിംഗ് ഈ ഒരു സൈഡിലേക്ക് ചിലപ്പോൾ ചെരിഞ്ഞായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് കൂടുതൽ ചെരിഞ്ഞായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ പരമാവധി സ്പീഡ് കുറച്ചെടുക്കുക. സ്പീഡ് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ ഒരു സൈഡിലേക്ക് വണ്ടിയുടെ സ്റ്റിയറിംഗ് തിരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലേക്ക് വണ്ടി കൂടുതലായിട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക, എന്നിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഇങ്ങനെ എടുത്ത സമയത്ത് വണ്ടി കൂടുതൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് റോഡിലേക്കാണ് കയറേണ്ടതെന്ന് ഈ മൂവ്മെൻറ്റിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് കറക്റ്റ് റോഡിലേക്ക് കയറി അതിനുശേഷം മെല്ലെ സ്റ്റിയറിങ് നേരെയാക്കി കൊടുത്തു. കണ്ടോ, തുടക്കക്കാരായ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരേ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പതിയെ തുടക്കത്തിൽ ഓടിക്കുക. കാരണം നമ്മൾ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം വേഗത കുറച്ച് ഓടിക്കുക, എല്ലാ ഗിയറും ഇട്ട് ഓടിക്കുക. നിങ്ങൾ അത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ക്ലച്ച് നയിക്കുന്നു, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇതേ വണ്ടി ഈ സൈഡിലേക്ക് ഇച്ചിരി ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഇങ്ങോട്ട് തിരിയണം. കണ്ടോ, മൂവ്മെൻറ്റ് വെച്ച് അത് എനിക്ക് മനസ്സിലായി. അപ്പോൾ മൂവ്മെൻറ്റ് വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് ഇച്ചിരി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പതുക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ സ്പീഡ് കുറച്ചെടുത്തതുകൊണ്ട് എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി നിങ്ങളിങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പരമാവധി വളവിലും തിരിവിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു. സ്റ്റിയറിംഗ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തെടുത്ത് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സ്പീഡ് കുറച്ച് വരുന്നതുകൊണ്ട് ഇറക്കം കൂടി ഒരു ജംഗ്ഷനാണ്, ക്ലച്ചിലും ബ്രേക്കിലും വരുന്നുണ്ട്. അപ്പോൾ സ്പീഡ് കുറച്ച് ഇറങ്ങുന്നതുകൊണ്ട് എനിക്കിത് സ്റ്റിയറിംഗ് ബാലൻസ് ഇങ്ങനെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് വെച്ച് മനസ്സിലാക്കി റെഡിയാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ സൈഡിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സ്റ്റിയറിംഗ് ഞാൻ കുറച്ച് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുത്തു. ഇപ്പോൾ സ്പീഡ് നമ്മൾ തീർത്തും കുറച്ചത് സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഇറങ്ങി പോകുന്നത്. ഇനി അടുത്തൊരു ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പരമാവധി റോഡ് ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടുക. അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്
തെറ്റാതെ തന്നെ അടുത്തൊരു ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പം നിങ്ങളെ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇങ്ങനെ പോവാണ്. ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഗിയർ ഒന്നും മാറുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറിൽ തന്നെ ഇങ്ങനെ അങ്ങ് പോവുക. ഇവിടെ ഒരു വളവ് വരുന്നു. നമ്മൾ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കുറവായതുകൊണ്ട് തന്നെ പതിയെ നമുക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ച് ഇങ്ങനെ വരാം. വലത്തെ സൈഡിലേക്ക് തിരിയുന്നു. മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് വീണ്ടും പതിയെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളെപ്പോഴും ബ്രേക്കിലോ ആക്സിലറേറ്ററിലും വന്നത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാനിതേ ഒരു ചെറിയ കയറ്റം വന്നു. ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഈ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ഇനി നമുക്ക് അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് റോഡ് സ്ട്രെയിറ്റായി നിരപ്പായി കഴിഞ്ഞതിന് ശേഷം വണ്ടി കറക്റ്റ് ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അടുത്തൊരു ഗിയർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ തെറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, റോഡ് സ്ട്രെയിറ്റ് ആണ്. ആ ഒരു സമയത്ത് ഞാൻ സ്റ്റിയറിംഗ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നു എൻ്റെ വലത്തെ കൈ കൊണ്ട്. എന്നിട്ട് സ്റ്റിയറിംഗ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുന്നു. ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അടുത്തൊരു ഗിയർ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലാണ് ഞാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഒത്തിരി സ്പീഡുണ്ടോ? ഇല്ല, ചെറിയ സ്പീഡേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ക്ലിയർ ആയിട്ട് ഡ്രൈവിങ്ങിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഞാനിങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ എങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിച്ചു പോകുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ടൊരു കയറ്റം വന്നു. അപ്പോഴും നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്തെങ്കിലേ നമുക്ക് ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ഞാൻ അഡ്വാൻസ് ആയിട്ട് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് കയറ്റത്തിന് മുന്നേ. അപ്പോൾ ഒരു കൈ എൻ്റെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ പിടിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ട് ഗിയർ ഡൗൺ ചെയ്തു. അപ്പോൾ അതിനുശേഷം പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കുറച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ക്ലിയർ ആയിട്ട് കിട്ടും. ഇങ്ങനെ നിങ്ങളൊരു 3-4 ദിവസം ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ക്ലിയർ ആയിട്ട് കിട്ടും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചും കൂടെ സ്പീഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എപ്പോഴും അവർക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ സ്പീഡ് എത്രയധികം സ്പീഡിൽ പോയാൽ നമുക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുമെന്ന് സ്വന്തമായിട്ട് നമ്മളുടെ ടാലൻറ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വണ്ടി ഓടിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പരമാവധി പതിയെ വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ ഒരു സൈഡിലേക്കൊക്കെ ടയർ തിരിഞ്ഞ് കിടന്നാൽ പോലും നമ്മൾ പതിയെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഉദാഹരണം പറയാം, വലത്തെ സൈഡിലേക്ക് ടയർ തിരിഞ്ഞ് കിടക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നു. നമ്മൾ സ്റ്റിയറിംഗ് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് നേരെയായിട്ട് തോന്നുന്നു. വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ പതിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വലത്തെ സൈഡിലേക്ക് പോയാലും നമുക്ക് പതിയെ സ്റ്റിയറിംഗ് നേരെയാക്കി ഇടത്തെ സൈഡിലേക്ക് വരാൻ കഴിയും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും, തുടക്കക്കാർക്ക് ഇങ്ങനെ എടുക്കുന്ന വണ്ടി നേരെ ആ സൈഡിലേക്ക് പോകും, അപകടം ഉണ്ടാകും, പെട്ടെന്ന് ബ്രേക്കിലേക്കൊന്നും വരത്തില്ല. അപ്പോൾ തുടക്കത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് മൂവ്മെൻറ്റ് പതുക്കെ ആക്കിയിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളോട് കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം എന്താണോ ആ ഒരു സംശയം, ഇപ്പം ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ക്ലച്ചിനെ കുറിച്ച് അറിയണം, നിങ്ങൾ ഗുഡ്സൺ കട്ടപ്പന ക്ലച്ച് കൺട്രോളിംഗ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. സ്റ്റിയറിങ്ങിനെ കുറിച്ച് അറിയണം, ഗുഡ്സൺ കട്ടപ്പന സ്റ്റിയറിംഗ് കൺട്രോൾ എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ പേര് കൂട്ടിയിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ വീഡിയോ കിട്ടും. ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ പേര് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടും. ഏകദേശം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ 610ാമത്തെ വീഡിയോ ആണ്. അത്രയും വീഡിയോ ഉണ്ട്. എല്ലാ വീഡിയോയും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടാണ് എല്ലാ വീഡിയോകളും ചെയ്തിട്ടേക്കുന്നത്. പരമാവധി വീഡിയോയിലും വണ്ടി ഓടിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വീഡിയോ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.